എത്ര എവിടെയെല്ലാം നമ്മൾ പോയിട്ടുണ്ടോ, എവിടെയൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ നമ്മളെ നാടിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ എവിടെ ചെന്നാലും ഒരേ സ്വരത്തിലാണ് ഓരോരുത്തർ പറയുന്നത്, ധാർഷ്ട്യം ധാർഷ്ട്യം. എന്ത് ഇങ്ങനെ കേൾപ്പിച്ചേ? അങ്ങനെ കേൾപ്പിച്ചത് വളരെ ഒരു തെറ്റായി പോയില്ല. ആ ധാർഷ്ട്യം അത് കുട്ടികൾക്കൂടെ അതൊരു പാഠപുസ്തകമായി മാറത്തില്ലേ? ആ ധാർഷ്ട്യം കുഞ്ഞുങ്ങൾ വരെ പറയും ധാർഷ്ട്യം ധാർഷ്ട്യം. ഈ ധാർഷ്ട്യം സത്യത്തിൽ പറഞ്ഞ ആ ഒരു ധാർഷ്ട്യമല്ല ഇന്ന് ആ പാർട്ടിയുടെ പോലും ആ ഒരു പേരില്ലാതാക്കിയത്. അദ്ദേഹത്തിന്റെ പാടും കഴിഞ്ഞ് അദ്ദേഹം പോയി. ഇനി ആ പാർട്ടി എന്തുമാത്രം കഷ്ടപ്പെടണം ഒന്ന് പിടിച്ച് കരകയറി വരാനായിട്ട്, അല്ലേ? അപ്പം ഇനി വരാൻ പോകുന്ന ഈ കോൺഗ്രസിലെ ആ മന്ത്രിമാരോട് ഞാൻ പറയാണ്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ പിണറായി കാണിച്ച പോലെ ധാർഷ്ട്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് ഇപ്പൊ ചെന്നിത്തല മുഖ്യമന്ത്രി ആണെങ്കിലും, വേണുഗോപാൽ ആണെങ്കിലും, പിന്നെ ഈ സതീശനാണെങ്കിലും, ആരാണെങ്കിലും, നിങ്ങൾ ആരോ മുഖ്യമന്ത്രി ആയിക്കോ, പക്ഷെ നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാളാവാനാണ് സാധ്യത. ആര് വന്നാലും ഈ ധാർഷ്ട്യം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളത് വെച്ച് പുലർത്തരുത്, അങ്ങനെ ഒന്ന് കാണിക്കരുത്. കാരണം വെച്ചാൽ ജനങ്ങളുടെ, എൻ്റെ അനുഭവം പറയാണ്, ഒന്നടങ്കം ജനങ്ങള് പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ഇലക്ഷൻ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പം, ധാർഷ്ട്യം ഇനി കാണണ്ടല്ലോ എന്ന്. ആ ധാർഷ്ട്യം ചില ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത്, ആ പാർട്ടിക്കകത്തുള്ളവർക്കും അല്ലാതെ ഈ പല ആൾക്കാരും അത് കണ്ടുപഠിച്ച് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ സതീശനോടും പറയുന്നു, ചെന്നിത്തലയോടും പറയുന്നു, വേണുഗോപാലിനോടും പറയുന്നു, നിങ്ങൾ മുഖ്യമന്ത്രി ആരാണെങ്കിൽ, അല്ല നിങ്ങൾ ഏതെങ്കിലും പദവി വഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ധാർഷ്ട്യം നിങ്ങൾ കൈമുതലാക്കി മാറ്റരുത്. നിങ്ങൾ ജനങ്ങളെ അതുപോലെ കാണാൻ ശ്രമിക്കണം. അല്ല അതൊരിക്കലും ധാർഷ്ട്യ സ്വഭാവമോ ഒരു അവജ്ഞയോ കാണിക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്.